നമ്മുടെ മാതാപിതാക്കള് അല്ലെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടേതാണ് എന്നും പറഞ്ഞുകൊണ്ട് രാത്രിയിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ നമ്മുടെ ഭാര്യ, നമ്മൾ മരിച്ചാൽ നമ്മളെ കൂടെ വെക്കുവോ? നമ്മൾ വീട്ടിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് മറമാടാന്ന് പറഞ്ഞിട്ട് കൂടെ പാർപ്പിക്കോ? ഇല്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്തു കളഞ്ഞാൽ നമുക്ക് നമ്മുടെ പാടായി പോകാം എന്ന് കരുതുന്ന ആളുകളായിരിക്കും കൂടുതലുണ്ടാവുക. അത്രേ ഉള്ളൂ നമ്മള്. പിന്നെ എന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എനിക്ക് മിനിഞ്ഞാന്ന് യാത്രയിലുണ്ടായ ഒരു അനുഭവം, അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കൂടുതലൊന്നും പറയാതെ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അതായത് സാധാരണ പോലെ ഞാൻ എൻ്റെ ബൈക്കും എടുത്തിട്ട് ഷാർജയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിലെത്തി. സിഗ്നൽ ബ്ലോക്ക് ആയിരുന്നു, റെഡ് ലൈറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ട്രാഫിക് സിഗ്നലിൽ നിന്നു. ഞാൻ ഏകദേശം ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഉള്ളത്. അത് 3 ട്രാക്കുള്ള റോഡാണ്. 3 റോഡ് പോകാനും 3 റോഡ് വരാനുമുള്ള. അപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റുള്ള ലൈനിലാണുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇടത് ഭാഗത്താണ്. അതായത് നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആ ലൈന്. ഇവിടെ ആകുമ്പോൾ അത് വലത് ഭാഗത്താണ്. ആ ലൈനിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. അപ്പോൾ ഡിവൈഡറോട് ചേർന്നിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ലൈനിൽ നിൽക്കുന്ന ആ ട്രാക്കിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു കാറിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കത്തിക്കാളുന്ന ചൂടാണ്. 50 ഡിഗ്രിയുടെ മുകളിലൊക്കെയാണ് ചൂടുന്നാണ്. ആ സമയത്ത് ആ ഒരു ആഡംബര കാറിൽ നിന്നും ഒരു 25, 28, 30 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അറബിയാണ്, സാധാരണ ഒരു പാൻറ്റും ടീഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത്. അവൻ ഇറങ്ങിയിട്ട് ഡോറും അടച്ചിട്ട് നേരെ എന്നെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. ആ ട്രാക്കിൽ നിന്നും കഴിഞ്ഞ് 2ാമത്തെ ട്രാക്കും കഴിഞ്ഞിട്ട് എൻ്റെ ബൈക്കിൻ്റെ അടുത്ത് എത്തിയിട്ട് ആ റോട്ടിൽ നിന്നും ഒരു ബോൾട്ട് അദ്ദേഹം പറക്കുകയാണ്. ബോൾട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നെട്ടും ബോൾട്ടും ഇടുന്ന, നമുക്കൊരു ആണി എന്ന് പറയാം, വലിയ ഒരു ആണി അദ്ദേഹം പെറുക്കിയിട്ട് എൻ്റെ പുറകിലൂടെ അപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഭാഗത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് വാഹനത്തിൽ കയറി. അപ്പോഴത്തേനും സിഗ്നൽ ഓപ്പൺ ആയി, ഞങ്ങളൊക്കെ പോയി. ആ സമയത്ത് ഞാൻ ഇതൊന്നും ചിന്തിച്ചില്ല. പിന്നെയാണ് ഇത് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. അതായത് അദ്ദേഹം ഇറങ്ങി വന്നതും ഈ ആണി എടുത്തിട്ട് കളഞ്ഞതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏതാ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള, ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് എന്താ? ഈമാൻ എന്ന് പറഞ്ഞാൽ അത് 60ഓ 70ഓ ശാഖകളാണ്. അതിൽ ഒന്നാമത്തത് കലിമത്തു തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്, എന്ന ഖൗലാണ്. ഏറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കലാണ് എന്നുള്ളതാണ്. അപ്പൊ വഴിയിലുള്ള ഒരു ബുദ്ധിമുട്ടിനെ നീക്കുക എന്നുള്ളത് ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ അത് കഴിയൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതവിടെ പോകട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇത്രയും ഈ കത്തിക്കാളുന്ന ഈ ചൂടിലും ആ ആഡംബര വാഹനത്തിൽ വന്ന ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നും ഇറങ്ങിയിട്ട് ഈ വഴിയിലുള്ള ഈ ബുദ്ധിമുട്ട് എടുത്തു കളയണം എന്നുണ്ടെങ്കിൽ, കാരണം അത് ഏതെങ്കിലും വാഹനത്തിന്റെ ടയറിൽ കയറിക്കഴിഞ്ഞാൽ ആ ടയർ പഞ്ചറാകും, ഉറപ്പാണ്. അത്രയും വലിയ സാധനമാണത്. ആ ബുദ്ധിമുട്ടിനെ നീക്കുക എന്നുള്ളത് ഈമാനിന്റെ മാധുര്യമുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെയാണ് നമ്മുടെ ഈമാൻ നമ്മൾ വെച്ച് നോക്കേണ്ടത്. കാരണം ഈ തടസ്സങ്ങളൊന്നും നോക്കണ്ട. നമ്മുടെ പറമ്പിലൂടെ നമ്മുടെ അയൽവാസിക്ക് ഒന്ന് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വഴി വിട്ടു കൊടുക്കൂല. കാരണം എന്താ? അത് എൻ്റെ പറമ്പിലൂടെ നടന്നു പോകാൻ പറ്റൂല. ചില ആളുകൾ നാട്ടുകാർ പറയണ്ട എന്ന് വെച്ചിട്ട് പറമ്പിന്റെ ഒരു മൂലയിലൂടെ നടന്നു പോകാനുള്ള ഒരു വഴി കൊടുക്കും. വാഹനത്തിന് ഒരു കാറ് പോകാൻ വേണ്ടി, കാറിനൊന്നും പോകാൻ പറ്റില്ല, അത് എൻ്റെ പറമ്പാണ് പറയും. ആരാണ് ഈ ഞാൻ? എൻ്റെ എന്ന് പറയണ എനിക്ക് എന്താ ഉള്ളത്? ഈ കേൾക്കുന്ന നമുക്ക് എന്താ ഉള്ളത്? നമ്മൾ ഈ മുകളിലോട്ടും താഴോട്ടും വലിക്കുന്ന ഈ ശ്വാസം അതൊന്ന് നിലച്ചു പോയാൽ നമ്മളെ എടുത്തു കൊണ്ടുപോയി 6 അടി മണ്ണിൽ വെക്കാൻ ആളുകൾ വെമ്പൽ കൊള്ളുകയാണ്. എന്നിട്ടാണ് എൻ്റെ എന്ന് പറയുന്നത്, അഹങ്കരിച്ച് നടക്കുന്നത്. നമ്മുടെ മാതാപിതാക്കള് അല്ലെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടേതാണ് എന്നും പറഞ്ഞുകൊണ്ട് രാത്രിയിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ നമ്മുടെ ഭാര്യ, നമ്മൾ മരിച്ചാൽ നമ്മളെ കൂടെ വെക്കുവോ? നമ്മൾ വീട്ടിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് മറമാടാന്ന് പറഞ്ഞിട്ട് കൂടെ പാർപ്പിക്കോ? ഇല്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്തു കളഞ്ഞാൽ നമുക്ക് നമ്മുടെ പാടായി പോകാം എന്ന് കരുതുന്ന ആളുകളായിരിക്കും കൂടുതലുണ്ടാവുക. അത്രേ ഉള്ളൂ നമ്മള്.
പിന്നെ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. വഴി മുടക്കാനല്ല പറഞ്ഞത്, വഴി തുറന്നു കൊടുക്കാനാ. നമ്മുടേതായിട്ട് ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മുടേതായിട്ട് എന്ന് പറയാൻ ഒന്നുമില്ല. നമ്മൾ കൊണ്ടുപോകില്ല 3 കാര്യങ്ങളല്ലാതെ. അതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, ഇനിയും പറയുന്നില്ല. അതുപോലെ തന്നെ ആ ഹദീസിന്റെ അവസാനം പറയുന്നത് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ അല്ലെ. ഇന്ന് എവിടെയാണ് ലജ്ജ എന്നുള്ളത് മനുഷ്യരിൽ നിന്നും എടുത്തു മാറ്റപ്പെടുകയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അല്ലെ. ഇത് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ പറഞ്ഞാലോ നമ്മൾ പഴഞ്ചനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കില്ല നല്ലത്. കാരണം ലജ്ജയെക്കുറിച്ച് നമ്മളൊന്ന് ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കിയാൽ മതി, വേറെ എവിടെയും പോകണമെന്നില്ല. ഇൻസ്റ്റഗ്രാം എന്നുള്ളത് അത് പബ്ലിക്കാണ് അല്ലെ. യൂട്യൂബിൽ നിന്നൊക്കെ ആളുകളൊക്കെ പോയി, ഫേസ്ബുക്കിൽ നിന്നും പോയി, ഇപ്പൊ ഒക്കെ ഇൻസ്റ്റഗ്രാമിലാണ്. അവിടെ കാണാം ഓരോ ആളുകളെയും ലജ്ജ. ചില ഉസ്താദുമാരുടെ വേഷം ധരിച്ചിട്ടുള്ള ആളുകൾ, ഉസ്താദുമാർ എന്ന് ഞാൻ പറയില്ല, ഉസ്താദുമാരുടെ വേഷം ധരിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ട് ഒരു നിഖാബ് ധരിച്ചു എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ റീൽസും ഫോട്ടോയും വീഡിയോസും ഇട്ടുകൊണ്ട് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലാഹു തആല നമ്മെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അത് പഠിക്കേണ്ടതും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മുടെ കടമയാണ്. നമുക്കറിയാം, സ്ത്രീ എന്നുള്ളത് അഴിഞ്ഞാടാൻ പോകേണ്ട ആളുകളല്ല. സ്ത്രീ എന്നുള്ളത് അത് ധനമാണ്, അത് വിലമതിക്കാൻ പറ്റാത്തൊരു ധനമാണ്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കേണ്ടതല്ല. സ്ത്രീയുടെ സൗന്ദര്യം കാണേണ്ടത് അവളുടെ ഭർത്താവാണ്. സ്ത്രീയുടെ സൗന്ദര്യം കാണേണ്ടത് നാട്ടുകാരല്ല, കൂട്ടുകാരല്ല, സ്വന്തം ഭർത്താവിനുള്ളതാണ് സ്ത്രീ എന്നുള്ളത്. അല്ലാഹു തആല നമ്മെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ഈമാനിന്റെ മാധുര്യം കരസ്ഥമാക്കിയ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ദുനിയാവും ആഖിറവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.